ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമ്മുടെ പുതിയ നോവലിസ്റ്റ് തുടങ്ങണം കേട്ടോ. നോവലിൻ്റെ പേര് കൊലമുറി. രാജേഷ് തെക്കിനിയടത്തിൻ്റെ പുതിയ നോവലാണ് കേട്ടോ. അപ്പം നോവലിലേക്ക് പോയാലോ. കൊലമുറി അധ്യായം 1. എന്തോ ശബ്ദം കേട്ടാണ് കണ്ണു തുറന്നത്. അപ്പോൾ രാത്രി എത്രയായെന്നറിയില്ലായിരുന്നു. പരിഭ്രമം കൊണ്ട് എൻ്റെ തൊണ്ട വറ്റിയിരുന്നു. ഹൃദയമെടുപ്പ് കൂടുതൽ വേഗത്തിൽ അനുഭവപ്പെട്ടു. ചീറി അടുത്തു വരുന്ന എന്തോ ഒന്ന് ചുറ്റുമുള്ളതുപോലെ തോന്നി. സ്വപ്നം കണ്ടതാവുമോ? ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. അല്ല, അത് സ്വപ്നമല്ല. ഞാൻ പിടഞ്ഞെഴുന്നേറ്റു. തീപ്പെട്ടി തപ്പിപ്പിടിച്ച് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. ഡി നാണി, എഴുന്നേൽക്ക്, എന്തോ ശബ്ദം കേട്ടിരിക്കുന്നു. ഞാൻ ഭാര്യയെ വിളിച്ചു. നാണി ഉറക്കത്തിൽ ആലസ്യത്തിൽ നിന്നും വിട്ടുമാറാതെ എഴുന്നേറ്റിരുന്നു. അല്പം വിസ്മയത്തോടും പേടിയോടും കൂടി അവൾ ചോദിച്ചു, എന്തു പറ്റി? തൊട്ടടുത്ത പായയിൽ ഉറങ്ങിക്കിടന്ന മകളെ നോക്കി ഞാനൊന്ന് ആശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ആ വടിയിങ്ങെടുത്തേ. പുറത്തു നിന്നും എന്തോ ശബ്ദം കേട്ടു. ആരോ എന്നെ വിളിച്ച പോലെ. നാളെ അഴിഞ്ഞുകിടന്ന ഒറ്റമുണ്ടിൻ്റെ അറ്റം കൂട്ടിപ്പിടിച്ച് മുറുക്കി കുത്തി. എഴുന്നേറ്റു. അരക്കൊപ്പം നീണ്ടുകിടക്കുന്ന മുടികൾ കൂട്ടത്തോടെ വാരിക്കെട്ടി. മൂലയിൽ ചാരി വെച്ച വടിയെടുത്ത് ജാഗ്രതയോടെ അയാൾക്കൊപ്പം പുറത്തേക്കിറങ്ങി. ചെറ്റവാതിലിൻ്റെ കെട്ടഴിച്ചു മാറ്റി വെക്കുമ്പോൾ നാണി പറഞ്ഞു, ദേ സൂക്ഷിക്കണം, വല്ല ഇഴജന്തുക്കളും വന്ന് കിടക്കുന്നുണ്ടാവും. ഒന്ന് മൂളിക്കൊണ്ട് ഞാൻ മുറ്റത്തേക്കിറങ്ങി. പുറത്ത് നിലാവ് പെയ്തിറങ്ങുകയാണ്. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് കറ്റകൾ മാത്രം അവശേഷിച്ചു. ഏനമ്മാവ്, കോൾപ്പാടം നോക്കത്താ ദൂരം വരെ മുറ്റം തൊട്ടങ്ങനെ കിടക്കുകയാണ്. വിരമിക്കുന്ന രാത്രി വിഷാദം പൂണ്ട് മഞ്ഞായി പൊഴിയുന്നുണ്ട്. അലസമായി വീശിയടിക്കുന്ന കാറ്റിൻ്റെ മർമ്മരമൊഴിച്ച് ബാക്കിയെല്ലാം നിശബ്ദം. ചുറ്റുപാട് വിജനമായതുകൊണ്ട് ദൂരെ നിന്നുള്ള ചെറിയ അനക്കം പോലും അപ്പോൾ എനിക്ക് കേൾക്കാം. കാറ്റിൽ ആടിയുലയുന്ന വിളക്കിൻ്റെ നാളം കെടാതിരിക്കാൻ നാണി പാടുപെട്ടു. വിളക്കിൻ്റെ വെട്ടത്തേക്കാൾ കൂടുതൽ നിലാവെളിച്ചം പരത്തിയതുകൊണ്ട് നാണി വിളക്ക് ഇറയത്ത് തന്നെ വെച്ചു. പിന്നെ അലസമായി കിടന്ന ബ്ലൗസ് വലിച്ചു കൊണ്ട് പറഞ്ഞു, ഇവിടെ എങ്ങും ആരുമില്ലെന്നേ. നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടതാവും. അല്ലടി, ഞാൻ കേട്ടതാണ്. ആരോ എൻ്റെ പേര് വിളിച്ച പോലെ എനിക്ക് തോന്നും. കേളാ, പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളി കേട്ടു. ആരാ അത്? ഞാൻ ചോദിച്ചു. വീടിൻ്റെ പുറകുവശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന വിറകുകൾക്കരികിലെ പൊന്തക്കാട്ടിൽ നിന്നാണ് ശബ്ദം കേട്ടത്. ഞാൻ അവിടേക്ക് നോക്കി. കേളാ, ഞാൻ രാമനാണ്. നീ ആ വിളക്കൊന്ന് കെടുത്ത്. നാണി, നീ ആ വിളക്കൊതുക്കി. അത് നമ്മുടെ രാമേട്ടനാണ്. ഞാൻ നാണിയോടായി പറഞ്ഞു. നാണി വിളക്കൂതിയ പാടെ മറവിൽ നിന്നും ഒരു രൂപം പുറത്തു വന്നു. ചാത്തുവേട്ടൻ്റെ മകൻ രാമേട്ടനായിരുന്നു. എന്താ രാമേട്ട ഈ നേരത്ത്? ഞാൻ ചോദിച്ചു. രാത്രി നടന്ന യോഗത്തിൽ നേതാക്കൾ പലരും മൈതാനത്ത് വന്നിരുന്നു. ചില തീരുമാനങ്ങൾ എടുക്കുകയും പാർട്ടി സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു. ശിപ്പായിമാരുടെ ഒറ്റക്കാരായി കരിങ്കാലികൾ നാട്ടിലെങ്ങും ഇങ്ങും ചുറ്റുന്നുണ്ട്. പലരെയും സംശയത്തിൻ്റെ പേരിൽ കുറ്റം ചുമത്തിയും പിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് പാർട്ടി നിർദ്ദേശങ്ങൾ രാത്രിയിൽ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചത്. നീ ചെത്താൻ എഴുന്നേൽക്കാറായ നേരം നോക്കി വന്നതാണ്. രാമേട്ടൻ തുറന്നു. തൊഴിലാളിക്ക് കൊടുക്കേണ്ട വിഹിതം കൂട്ടിക്കിട്ടാനുള്ള സമരമാണ് നടക്കുന്നത്. ഇന്നു മുതൽ നാട്ടിലെ ചെത്തുകാർ മുഴുവൻ സമരത്തിലാണ്. അതുകൊണ്ടൊരു തീരുമാനമുണ്ടാക്കും വരെ നമുക്കിനി ചെത്തണ്ട. രാമേട്ടൻ്റെ വാക്കുകൾ കേട്ട് ഞാനൊന്ന് നടുങ്ങി. എൻ്റെ മുഖത്തെ പരിഭ്രമം ഇരുട്ടിൻ്റെ മറവിൽ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ആകാശച്ചെരുവിൽ ചുവന്നു തുടങ്ങിയ മേഘക്കീറുകളെ ഞാൻ അല്പനേരം നോക്കി നിന്നു. പിന്നെ പരിഭ്രമം ഉള്ളിലൊതുക്കിക്കൊണ്ട് ചോദിച്ചു, ഞാൻ ഇന്നലെ സഖാവ് ചാത്തുക്കുട്ടിയെ കണ്ടതാണല്ലോ. അദ്ദേഹം ഈ വിവരമൊന്നും പറഞ്ഞില്ല. കൂടെ സഖാവ് ശങ്കരനും ഉണ്ടായിരുന്നു. എടോ, അതിന് യോഗം രാത്രിയിലാണ് നടന്നത്. വളരെ വൈകിയാണ് പല തീരുമാനങ്ങളും എടുത്തത്. സമരത്തിന് പിന്തുണ അറിയിച്ചതും. സമരപ്പന്തലിൽ നിരവധി പേരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയത്. എല്ലാ തൊഴിലാളികളോടും സമരത്തിൻ്റെ കാര്യത്തിനായി സഹകരിക്കാൻ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാമേട്ടൻ തുറന്നു. യോഗത്തിനെത്തിപ്പെടാൻ കഴിയാത്തവരുടെ വീടുകളിൽ നേരിട്ട് ചെന്ന് വിവരം ധരിപ്പിക്കാനായിരുന്നു തീരുമാനം. നിങ്ങൾ കിടന്നോളൂ. തീരുമാനം ഉണ്ടാകും വരെ നമുക്ക് സമരത്തിൽ പങ്കുചേരാം. രാമേട്ടൻ നടന്നു. സമരം വിജയിക്കുമെന്നും
കൂലി കൂടുമെന്നും ഉറപ്പുണ്ട്. അതിന് ചെത്താതിരുന്നിട്ട് എന്താകാനാണ്? തളർന്നവനെ പോലെ ഞാൻ മുറ്റത്തേക്കിരുന്നു. തലയിൽ ഊന്നിപ്പിടിച്ച എൻ്റെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിക്കാനെന്നോണം നാണി പറഞ്ഞു, ദേ 2 ദിവസത്തേക്കുള്ള അരിയിരിപ്പുണ്ട്. അത് കഴിയുമ്പോഴേക്കും ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. എല്ലാത്തിനും അച്ഛൻ ഒരു വഴി കാണാതിരിക്കില്ല. അത് മാത്രമല്ലല്ലോ പ്രശ്നം. കള്ളിറക്കാതിരുന്നാൽ മട്ടം നിറഞ്ഞ് കള്ള് പുറത്തു പോകും. അങ്ങനെ വന്നാൽ കുരല് ചീഞ്ഞ തെങ്ങ് പിന്നെ ഒന്നിനും കൊള്ളാതെ വരും. നിനക്കറിയില്ലേ, മേൽപ്പറമ്പിലെ തെങ്ങ് ചെത്താൻ തരുമ്പോൾ തെങ്ങിൻ്റെ കുരലിൽ കള്ള് വീഴാതെ നോക്കണമെന്ന് രാഘവൻ മുതലാളി പറഞ്ഞത്. കൂടാതെ നാട്ടിൽ മുഴുവൻ പട്ടിണിയാണ്. ചിലയിടത്തൊക്കെ ആളുകൾ മരിച്ചു തുടങ്ങി. ചാച്ചരക്കലിൽ വീടിയെടുത്ത് തിരികെ കൊളുത്തി ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു. ചെടിയിലിരുന്ന മഞ്ഞുതുള്ളിയിലും മഴവില്ലിൻ്റെ നിറങ്ങൾ കണ്ടു തുടങ്ങി. പ്രകൃതിയെ തൊട്ടറിഞ്ഞ പറവുകൾ ചിറകുവീശി ഉണർന്നു തുടങ്ങി. പുൽക്കൊടികൾ നല്ലൊരു ദിവസത്തിനായി ഉറ്റുനോക്കി. നേരം വെളുത്തു. ഇന്നിനി ഉറക്കമൊന്നും വരില്ല. ചായപ്പൊടി ഉണ്ടോടി? ഉണ്ടെങ്കിൽ നീ ഇത്തിരി വെള്ളം തിളപ്പിക്കൂ. അഴിഞ്ഞു കിടന്ന മുടി ഒരിക്കൽ കൂടി വാരിക്കെട്ടി നാണി പുരക്കകത്തേക്ക് നടന്നു. അടുക്കള ഭാഗത്തുനിന്ന് ഞാന്നു കിടക്കുന്ന കടുക്കയിൽ ഉമിക്കരി വായിലേക്കിട്ട് കുളക്കടവിലേക്ക് ഞാനും നടന്നു. അപ്പോഴെല്ലാം തണുത്ത കാറ്റിനെ വരവേറ്റ് മരച്ചില്ലകൾ ഉലഞ്ഞാടുകയായിരുന്നു. ദേ ചായ തിളയ്ക്കുന്നു, അത് കുടിച്ചിട്ട് പോകാം, നാണി പുറകിൽ നിന്നും വിളിച്ചു. ഞാനൊന്ന് മുങ്ങിയിട്ട് വരാം പെണ്ണെ. നാണിയെ ശ്രദ്ധിക്കാതെ ഞാൻ നടന്നു. അല്പദൂരം ചെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. പാടത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചെങ്ങിൽ ചാരി നാണി അവിടെ തന്നെ നിന്നു. വിശാലമായി കിടക്കുന്ന കോൾപ്പാടത്തിന്റെ നിശബ്ദതയിലൂടെ ദുഃഖങ്ങൾ നിറഞ്ഞൊരു ജന്മവും പേറി നടന്നു നീങ്ങുന്ന എന്നെ നോക്കിയാണ് അവൾ നിൽക്കുന്നത്. ഇതുവരെയുള്ള ജീവിതം അവൾക്കു നൽകിയത് പട്ടിണിയും ദാരിദ്ര്യവുമാണ്. സമരം മുന്നോട്ട് പോകുമ്പോൾ ഇനിയെന്ത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ടെങ്കിലും ആശ്വാസവാക്കുകൾ മാത്രം അവൾ ചിരിക്കാൻ ശ്രമിക്കുകയാണ്. രാഘവൻ മുതലാളിയുടെ കൈതപ്പൊന്തലുകൾ നിറഞ്ഞ തോട് മുറിച്ച് കടന്നതോടെ നാണി മറഞ്ഞു കഴിഞ്ഞിരുന്നു. ജലപ്പരപ്പിൽ പച്ചപ്പ് നിറച്ച് നിശബ്ദമായി കിടക്കുന്ന കുളം. വെളിവുള്ള ഭാഗങ്ങളിൽ ചെറുമീനുകൾ നീന്തിക്കളിക്കുന്നതും കുറച്ചുനേരം കൗതുകത്തോടെ നോക്കി നിന്നു. പിന്നെ തലയിൽ കെട്ടിയ തോർത്തെടുത്ത് വെള്ളത്തിലേക്കിറങ്ങി 2-3 തവണ ഒന്ന് മുങ്ങിക്കയറി. പരുക്കനായുള്ള കൈപ്പത്തികൾ ശരീരത്തിൽ നല്ലപോലെ ഉരച്ചു കഴുകി. ഒരിക്കൽ കൂടി മുങ്ങിക്കയറി. നനഞ്ഞതെല്ലാം പിഴിഞ്ഞെടുക്കുമ്പോൾ മഠത്തിലെ രാമുചേട്ടൻ കുളിക്കാൻ വരുന്നത് കണ്ടു. എന്താ കേള, ഇന്നു മുതൽ സമരമാണെന്ന് കേട്ടു. കേട്ടപ്പോൾ മുതൽ ഒരാദിയായിരുന്നു മനസ്സിന്. എത്ര നാളാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ സഹിച്ച് ജീവിക്കുക? അതോർക്കുമ്പോഴാണ് ഒരാശ്വാസം തോന്നുന്നത്. അതെ ചേട്ടാ, പാർട്ടിയുടെ ഈ തീരുമാനം കൊണ്ട് കഷ്ടപ്പാടുകൾ കരുതി വരുമോ? ഞാൻ പറഞ്ഞു. അത് ശരിയാ, മുഴുവൻ ചെത്തുകാരും സഹകരിക്കണമെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. എന്നാലേ സമരത്തിന് കരുത്തുണ്ടാകൂ. ചേട്ടാ, മുക്രിയുടെ പിടിയിൽ പറ്റ് ഇത്തിരി അധികമായി. ഇനി കടം തരില്ലെന്ന് അയാൾ പറഞ്ഞു. സമരം തീരുന്നവരെ കുറച്ച് സാധനങ്ങൾ കൂടി കടമായി തരാൻ പറഞ്ഞാൽ ചേട്ടനെന്ന് പറഞ്ഞാൽ മുക്രി അനുസരിക്കാതിരിക്കുന്നില്ല. നല്ല കാര്യമായി. എൻ്റെ പറ്റുകാശ് തന്നെ കൊടുക്കാതെ മുക്രി വലിയ ദേഷ്യത്തിലാണ്. 1-2 തവണ ചില്ലറ ന്യായങ്ങൾ തരാതെ അയാൾ മടക്കുകയും ചെയ്തു. വളരെ നിസ്സാരമായി രാമചേട്ടൻ പറഞ്ഞു വയ്ക്കും. മറ്റൊരു സംസാരത്തിൽ നിൽക്കാതെ അദ്ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങി. പിന്നെ ആഴത്തിലേക്ക് ഊളിയിട്ടു. അയാൾ താഴ്ന്നു പോകുന്നത് അല്പനേരം ഞാൻ നോക്കി നിന്നു. നനഞ്ഞ തോർത്ത് അരയിൽ വിരിച്ചു. മറ്റൊരു വീഡിയോ എടുത്ത് കത്തിച്ചു. എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുമ്പോൾ നാണി ചായയുമായി വന്നു. ഒരു നാളിനേരം കിട്ടിയിരുന്നെങ്കിൽ കഞ്ഞിക്കുള്ള ചമ്മന്തി അരയ്ക്കാമായിരുന്നു. ഇവിടുത്തെ തെങ്ങുകളിൽ നിന്ന് കിട്ടിയ 4-5 കൊടുത്ത പുരകെട്ടാൻ വാങ്ങിയ ഓലയുടെ കാശ് കൊടുത്തത്. ഇറക്കിൽ നട്ട കുറച്ചെണ്ണമരം കാട്ടിയതല്ലേ ഉള്ളൂ. ഇനി എത്ര കൊല്ലം പിടിക്കും അതിലൊരു മച്ചിങ്ങയുണ്ടാവാൻ? നാണി മുറുമുറുത്തുകൊണ്ട് വീട്ടിനകത്തേക്ക് നടന്നു. അവളുടെ വാക്കുകൾ മനസ്സിൽ തട്ടിയിരുന്നു. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. രാഘവൻ മുതലാളിയെ കാണാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. ഇനി ശീലിക്കേണ്ടതോർത്തപ്പോൾ മനസ്സ് വേദനിക്കുകയാണ്. അന്നന്ന് കള്ളളന്നാൽ കിട്ടുന്നത് അരയണയാണ്. അത് അരിമേടിക്കാൻ തികയില്ല. 5 പേരോളമുണ്ട് വീട്ടിൽ. നാണി എല്ലാം സഹിക്കുകയാണ്. ഭാവിയെപ്പറ്റിയുള്ള വേവലാതിയോ കഴിഞ്ഞ കാലത്തെപ്പറ്റിയുള്ള നിരാശയോ ഇല്ലാത്ത പെണ്ണ്. ഇടയ്ക്ക് വീട്ടിലേക്കെന്ന് പറഞ്ഞു പോകുന്നത് കുഞ്ഞു മക്കളെ ഓർത്താണ്.
തിരിച്ചു വരുമ്പോൾ ആങ്ങളമാർ കൊടുക്കുന്ന വണ്ടി കാശ് മടിയിൽ തിരികെ തന്നുവിടുന്ന സാധനങ്ങളും തലയിലേറ്റി 10-20 കിലോമീറ്റർ നടന്നാണ് വരിക. വഴിക്ക് ചായപ്പിടികളിൽ നിന്നും പലഹാരങ്ങൾ വാങ്ങി മക്കൾക്ക് കൊടുക്കുമ്പോൾ കാണാറുന്ന സന്തോഷാശ്രൂസകൾ തുടച്ചു മാറ്റാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കേളുമൂപ്പരെ, ആരോ എന്നെ വിളിച്ചു. ഞാൻ ചുറ്റും ശ്രദ്ധിച്ചു. തെങ്ങിൽ നിന്നാണ് വിളി കേട്ടത്. ഓലപ്പട്ടകൾക്കിടയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങ് കയറ്റക്കാരൻ നാണു. എന്താ നാണു, സുഖല്ലേ? ഇന്ന് മുതലാളിയുടെ കയറ്റ ദിവസമായിട്ട് കുശാലാണല്ലേ? ഞാൻ ചോദിച്ചു. അതൊന്നും പറയാതെ നാണു ഒന്ന് ചിരിച്ചു. ഞാൻ മുതലാളിയെ നാളെ കാണാൻ ഇറങ്ങിയതാണോ? ഒരു നാളികേരം വേണമായിരുന്നു. ഇന്ന് ചെത്താൻ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞൊന്നും ശ്രദ്ധിക്കാതെ അയാൾ ചോദിച്ചു. ഇല്ല, ഇനി കുറച്ച് ദിവസം ഞങ്ങൾ സമരത്തിലാണ്. കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ നാണു ഏണിയുമായി നടന്നു. മുതലാളിയുടെ വീട്ടുപടിക്കൽ നിൽക്കുന്ന കാര്യസ്ഥനെ കണ്ട് ഞാനൊന്ന് പതുങ്ങി നിന്നു. എല്ലാത്തിനും സംശയമാണ് അയാൾക്ക്. വാക്കുകളിൽ ഉപദേശങ്ങൾ കൂടി കലർത്തുകയാണ് പതിവ്. എന്താണോ ഈ വഴിക്ക്? നീക്ക് മുതലാളിക്കെതിരെ സമരം ചെയ്യുന്നു എന്ന് കേട്ടു. വായിൽ നിന്നും പുറത്തേക്കൊലിച്ചു തുടങ്ങിയ മുറുക്കാൻ തൊണ്ടയിൽ നിക്ഷേപിച്ച് കാര്യസ്ഥൻ ചോദിച്ചു. ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ വായിലുള്ള തുപ്പിക്കളയാൻ ഇടം തിരിഞ്ഞ്, കുമാരേട്ടന് അരിശം വന്നാൽ പിന്നെ പറയുന്ന വാക്കുകൾ കാതുകളെപ്പോലും പൊള്ളിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, മുതലാളിയെ കാണാമെന്നതാ. അരമുറി നാളികേരം വേണമായിരുന്നു. പറഞ്ഞു തീരും മുമ്പ് തുപ്പിക്കളഞ്ഞ മുറുക്കാന്റെ നഷ്ടഫലം കുമാരേട്ടന്റെ മുഖത്ത് കണ്ട് ഞാൻ ഭയന്നു. അരമുറി നാളികേരത്തിന് മുതലാളിയെ കാണണോടാ കൊശവാ, കാര്യസ്ഥൻ പരിഹസിച്ചു. അല്ല, ചേട്ടൻ തന്നാലും മതി. ആഴ്ചക്കാശ് തരുമ്പോൾ അത് പിടിച്ചോളൂ. ആഴ്ചക്കാശോ? അതിന് നീ ഇനി ചെത്താനൊന്നും പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്? വന്നതല്ലേ, മുതലാളിയെ കണ്ടുപോയിക്കോ. അയാൾ നടന്നു. മുറ്റത്ത് നാളികേരം പൊതിക്കുന്നവരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. അവരുടെ കഞ്ഞിക്കുള്ളത് പുറത്തു തന്നെ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ മണം എൻ്റെ വിശപ്പിനെ ഉണർത്തി. എടാ, ഇനി അത് നോക്ക്, കൊതി തട്ടി ഞങ്ങൾക്ക് വല്ല സൂക്കേടും വരുത്തണ്ട. പറഞ്ഞത് അന്ത്രുമാപ്പിളയാണ്. ആളുകളെ പരിഹസിക്കുന്നതാണ് അയാളുടെ രീതി. മറുത്തൊന്നും പറയാൻ നിൽക്കാതെ ഒരമർഷത്തോടെ ഞാൻ അയാളെ നോക്കി. ആരാ ഇത്? കേളനല്ലേ? അടുക്കള ഭാഗത്തു നിന്നായിരുന്നു വിളി. മുതലാളിയുടെ ഭാര്യ വനജയായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് വണങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു, അതെ അമ്മായി, ഞാനാ കേളൻ. മുതലാളിയുടെ ഭാര്യ ആ നാട്ടുകാർക്ക് മുഴുവൻ അമ്മായിയാണ്. കാണാൻ അതിസുന്ദരി, നല്ല പെരുമാറ്റം, ആരെ കണ്ടാലും സൗമ്യതയോടെ ചിരിക്കുന്ന മുഖം. നീ ആ തെങ്ങിന്മേൽ നിന്ന് 4 കരിക്കിങ്ങിട്ടെ കേളാ. അടുക്കള വാതിക്കൽ നിൽക്കുന്ന ചെന്തങ്ങനെ കട്ടി അവൾ പറഞ്ഞു. എനിക്ക് ആശ്ചര്യമായി. പറമ്പ് മുഴുവൻ തെങ്ങ് കയറ്റക്കാർ ഓടി നടന്ന് നാളികേരം ഇടുന്നുണ്ട്. പിന്നെന്തിനായിരിക്കും എന്നെ കൂടി തെങ്ങിൽ കയറ്റുന്നത്? എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, അരമുറി നാളികേരം വേണമല്ലോ. തോർത്ത് അരയിൽ മുറുക്കി കോഴിക്കോടുമേ കിടന്ന കയറെടുത്ത് തളപ്പാക്കി ഞാൻ ചെന്തങ്ങിൻ്റെ മണ്ടയിലേക്ക് വലിഞ്ഞു കയറി. കരിക്കിൻകുല വെട്ടാനാവുമ്പോൾ താഴെ നിന്നും വനജാമയുടെ വിളിച്ചു കേട്ടു. താഴെ ഒന്നും വീണ് പൊട്ടരുത് കേട്ടോ. പാതി വെട്ടിയ കരിങ്കിൻകുല പിടിച്ച് വലിച്ച് കയ്യിൽ സുരക്ഷിതമാക്കിക്കൊണ്ട് ഞാൻ താഴേക്കിറങ്ങി. ഒരിടത്തേക്ക് മാറി നിന്നു. കേളാ, നീ ഈ തവിട് നാണിക്ക് കൊടുക്കണം. കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറയണം. എൻ്റെ മുഖം വിടർന്നു. അത് കൊണ്ടായില്ലല്ലോ. വന്ന കാര്യം ഞാൻ പറഞ്ഞു. കോഴിക്കോടിൻ്റെ താഴെ കൊട്ടത്തേങ്ങയിൽ ഒരെണ്ണം നീ എടുത്തോ. അതാകുമ്പോൾ ചമ്മന്തിക്ക് ചൂടാനും എളുപ്പമാണ്. 2 ദിവസം കൊണ്ട് നാണിയോട് ഇവിടെ വരെ എന്ന് വരാൻ പറയണം. അരി ഇടിക്കാനുണ്ട്. മക്കൾക്ക് കുറച്ച് പലഹാരം കൊടുത്തയക്കാനെന്ന് ഏറ്റതാ. ഇനിയിപ്പം അത് വൈകിക്കൂടാ. ശരിയമ്മായി. നാളികേരം തോർത്തിൽ പൊതിഞ്ഞത് അവിടുമായി ഞാൻ നടന്നു. നാണി, ഇതാ നാളികേരം. ചുടാനൊന്നും നിൽക്കണ്ട. ഇത് വേഗം കുത്തിച്ചാച്ചിക്ക്. എനിക്കും വിശക്കുന്നുണ്ട്. പിന്നെ ഇത് അമ്മായി തന്ന തവിടാണ്. എന്തെങ്കിലും ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ പറഞ്ഞു. നാണി തോർത്തു വാങ്ങി അത് മുറത്തിലേക്ക് ചെരിഞ്ഞു. ദേ നോക്കിയേ, തവിടിൽ പാതിയും അരിയാണ്. അമ്മായി അത് കണക്കാക്കി തന്നതായിരിക്കും. ഞാനും അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ചികഞ്ഞാൽ 2 ദിവസത്തേക്കുള്ള അരി തവിടിൽ നിന്നും കിട്ടും. സമരം 3-4 ദിവസം എടുത്താലും വയറിനെ ബാധിക്കില്ല. നാണി അടുക്കളയിലേക്ക് നടന്നു. വർഷം വരും മുൻപ് പുരയൊന്ന് കെട്ടിമേയണം. അതിനുള്ള ഓലയ്ക്ക് മുതലാളി തന്നെ ശരണം. കുറച്ചൊക്കെ തറവാട്ടിൽ നിന്നും കിട്ടാറുണ്ട്. എല്ലാത്തിനും കാശ് കുറേശ്ശെയാണ് കൊടുത്തു തീർക്കുക. ആ പതിവൊന്നും പറഞ്ഞുറപ്പിക്കാനാ പണി. കുട്ടികൾ മുറ്റത്ത് ഓടി നടക്കുന്നതിൻ്റെ ശബ്ദം ചിന്തകളെ ഉണ്ടെത്തി. ഞാൻ അവരെ വാത്സല്യത്തോടെ നോക്കി. കളികൾക്കിടയിൽ അവർ വിശപ്പിനെ മറക്കുന്നുണ്ട്. എല്ലും തോലുമായ പ്രകൃതമാണ് മൂവർക്കും. ഇളയവൻ്റെ വയറ് ഉയർത്ത് ഗ്രഹണി എന്ന പോലെ പലതവണ അതിങ്ങനെ നിൽക്കുകയാണ്. നാണി അതിനെ
പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയിൽ നിന്നും കിട്ടിയതൊക്കെ കുടിച്ചിട്ടും കുറവൊന്നുമില്ല. ഇനി സമര ദിവസങ്ങളിൽ എത്രത്തോളം എന്നറിയില്ല. പാർട്ടി തീരുമാനം ഉറച്ചതാണ്. കള്ളിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് വിശപ്പകറ്റാനാവില്ല. പാതി വയറുമായാണ് ജീവിതം ഇതുവരെ മുന്നോട്ട് പോയത്. കേളാ, മുറ്റത്തു നിന്ന് രാമേട്ടൻ്റെ വിളി കേട്ടു. ഞാൻ പുറത്തേക്കിറങ്ങി രാമേട്ടന് തറയിലേക്കിരുന്നു. ഇന്നും ഒരന്തിമ യോഗം ചേരുന്നുണ്ട്. നമുക്ക് പോകണം. നീ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കണം. അങ്ങനെ മാറി നിൽക്കുന്നതിലൊരർത്ഥമില്ല. ഷാപ്പ് മുതലാളിമാർക്ക് കാണിച്ചു കൊടുക്കണം ചെത്തുകാരും സംഘടിതരാണെന്ന്. എന്നിട്ട് ഈ ലോകത്ത് നമുക്ക് അന്തസ്സോടെ ജീവിക്കണം. വീറുള്ള നേതാവിനെ പോലെ രാമേട്ടൻ സംസാരിച്ചു. ബീഡിപ്പുക ആഞ്ഞു വലിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ തുടർന്നു. കേളാ, ഈ പോരാട്ടത്തിൽ നമ്മളിൽ പലരും മരിച്ചു പോയേക്കാം, ജയിലിൽ കിടന്നേക്കാം. എന്നാലും സമരം മുന്നോട്ട് പോകണം. മറ്റൊന്നുമില്ലെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് കഴിയണം. ചടയമുറി അടക്കമുള്ള ശക്തരായ നേതാക്കൾ മുന്നിലുള്ളപ്പോൾ ലക്ഷ്യം ഉറപ്പാണ്. നമ്മുടെ ഈ പോരാട്ടം ജീവിക്കാൻ വേണ്ടിയാണ്. രാമേട്ടൻ വാക്കുകൾ കേട്ട് എനിക്ക് ആവേശം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. വാതിലിൻ്റെ പിറകിൽ നിൽക്കുന്ന നാണിയെ ഞാൻ നോക്കി. പറഞ്ഞതെല്ലാം ഒരു വിസ്മയമെന്നോണം അവൾ കേട്ടു നിൽക്കുകയാണ്. സമൃദ്ധിയുള്ള ഒരു നാളെയിലേക്ക് അവളുടെ കണ്ണുകൾ വിടരുന്നത് പോലെ എനിക്ക് തോന്നി. കേളാ, നമ്മളും തൊഴിലാളികളാണ്. നമുക്ക് അവകാശങ്ങളുണ്ടെന്ന് ശരിയായ രീതിയിൽ അവർക്ക് കാണിച്ചു കൊടുത്താൽ സമരം വിജയിക്കും. ഒരു പറ കള്ളിന് ഒരണയെങ്കിലും വേണം. രാമേട്ടൻ എഴുന്നേറ്റ് പോകും മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി. നാളെ ഞാൻ നിങ്ങളെ കവലയിൽ പ്രതി കാത്തു നിൽക്കും. രാമേട്ടൻ നടന്നകുന്നു. രാമേട്ടൻ പാടവരമ്പിലൂടെ നടന്നകലുന്നത് നാണിയും ഞാനും നോക്കി നിന്നു. കഞ്ഞി കുടിച്ച പാടെ കുട്ടികൾ സ്കൂളിൽ പോകാൻ തയ്യാറായി. ഉച്ചയ്ക്ക് അവർ തിരിച്ചു വരും. അതുവരെ വീട് ശാന്തമാണ്. ഞാനുകൂടി പണിക്ക് പോകുമ്പോൾ നാണിക്കുണ്ടാകുന്ന അലസതയെ വെറുതെ ഓർത്തുപോയി. ചേറോക്കയിലെ പശുവിലെ പുല്ലരിഞ്ഞാൽ ഇത്തിരി മോര് കിട്ടും. നായരേടത്ത് പറമ്പടിച്ചാൽ വിറകും. അതൊക്കെയാണ് നാണിയുടെ പകൽ. രാവിലത്തെ തിളയ്ക്കുന്ന വെയിലുദിച്ചത് നോക്കി ആശങ്കപ്പെട്ടു. വേനൽ ആരംഭിച്ചു. ഒന്നിനും ഒരെത്തും പിടിയുമെന്നില്ലാത്ത പോലെ ആയിരിക്കുന്നു മനസ്സ്. നാണിയുടെ അച്ഛൻ എന്തെങ്കിലും തന്ന് സഹായിക്കാതിരിക്കില്ല. രൂപയെ കിട്ടിയാൽ ആരെയും ആശ്രയിക്കാതെ പുരകെട്ടി മേയാമായിരുന്നു. പോട്ടെ അച്ഛാ. കുട്ടികൾ 3 പേരും ഇറങ്ങി. ഓരോന്നോർത്ത് ഇറയത്ത് വിരിച്ച പായയിൽ ഞാനങ്ങനെ കിടന്നു. കോളിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റിനപ്പോൾ ചെറു ചൂടായിരുന്നു. അത് ഉഷ്ണത്തെ അകറ്റുന്നുണ്ടെങ്കിലും വേവലാതിയുടെ തീ മനസ്സിൽ ആളി പടർന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ നടന്നു മറയും വരെ നാണി മുറ്റത്ത് തന്നെ നിന്നു. കോളിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റ് അവളുടെ തിങ്ങി നിറഞ്ഞ മുടിയിഴകളെ താലോലിക്കുന്നുണ്ട്. ഞാൻ നാണിയെ സൂക്ഷിച്ചു നോക്കി. മുട്ടിന് താഴേക്ക് മുണ്ട് കയറ്റിയെടുത്തിട്ടാണ് അവൾ നിൽക്കുന്നത്. അരക്കുത്തിന് താഴെ മൃദുലമായ മാംസം തുറച്ചു നിൽക്കുന്നുണ്ട്. അത് നോക്കി മനസ്സൊന്നുലഞ്ഞ പോലെ തോന്നി. അവളുടെ രൂപഭംഗി ഏറെ നേരം അങ്ങനെ ആസ്വദിച്ചു നിൽക്കാൻ തോന്നി. പെട്ടെന്ന് തിരിഞ്ഞു നിന്ന നാണിയുടെ നോട്ടം എൻ്റെ മുഖത്തേക്കാണ് പതിഞ്ഞത്. എൻ്റെ കണ്ണുകളിലെ വശ്യതയെ കണ്ടിട്ടാവണം അവളൊന്ന് ചൂളിപ്പോയി. ഒരു ചമ്മലും അതിലുണ്ടായിരുന്നു. ജാലതയെ ഒതുക്കി തീർക്കാൻ ഞാനും അപ്പോൾ കുറെ പാടുപെട്ടു. നാണി എൻ്റെ മനസ്സിലെന്തെന്ന് വായിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അകത്തേക്ക് നടന്നു. പിറകിൽ നാണി വാതിൽ വെച്ച് കെട്ടി. നാണി എൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. അവളുടെ ശരീരം ഞാൻ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി. പരസ്പരം പുണർന്നു. പകലിൻ്റെ വെളിച്ചത്തിൽ പ്രണയത്തിൻ്റെ പുതിയ ഭാവപ്പുറച്ചുകളിലേക്ക് ഞങ്ങൾ പടർന്നു കയറും. നീണ്ട സമയം പിന്നിടുമ്പോൾ ഞങ്ങളൊരു കാറ്റിനു വേണ്ടി കൊതിക്കുകയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് ബീഡിക്ക് തീ കൊളുത്തി. വിട്ടുമാറാത്ത നിർവൃതിയുടെ ഉന്മാദത്തിൽ നാണി ലയിച്ചങ്ങനെ കിടക്കുകയാണ്. പെണ്ണെ, ഞാൻ ആ കവല വരെ പോയിട്ട് വരാം. എഴുന്നേറ്റ് നിന്ന് മുണ്ടു കുത്തുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു. അത് കേട്ട് തുളുമ്പി നിന്ന നാണിയുടെ ഭാവം മാറി. മുഖത്ത് ഒരു പരിഭവം പെട്ടെന്ന് വിടർന്നു. നാളുകളായി പകലിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്കൊരു അവസരം ലഭിച്ചിട്ടു. രാവിലെ ചെത്താൻ പോകുന്ന എനിക്ക് അതിനൊന്നും സമയമുണ്ടാവാറില്ല. രാത്രികളിൽ മക്കളോട് ചേർന്ന് പായൽ എപ്പോഴും അവരുടെ നിശ്വാസങ്ങളിൽ ലയിക്കുമ്പോൾ എല്ലാം ഒരു പരിമിതിയിൽ ഒതുക്കും. അവിടെ നാണിയുടെ സംതൃപ്തിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നില്ല. ഞാൻ മുറ്റത്തേക്കിറങ്ങി. നാണം കിളിർത്ത മുഖവുമായി നാണിയും ഇറങ്ങി വന്നു. മക്കളുണ്ടായതിനു ശേഷം ആദ്യമായാണ് പ്രണയത്തിനും കാമത്തിൻ്റെ ഒരു നിറം പൂണ്ടത്. തികച്ചും സൗമ്യമായ ശബ്ദം എൻ്റെ കാതുകളിൽ പതിഞ്ഞു. ദേ, ഉച്ചയ്ക്ക് മുമ്പിങ്ങെത്തണം. നടത്തത്തിനിടെ ഒന്നുകൂടി ഞാൻ തിരിഞ്ഞു നോക്കി.
നാഡിയുടെ നിൽപ്പ് കണ്ട് വാരിയെടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നും. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എന്നോട് കാണിച്ച പ്രണയം പരവശയായതിനപ്പുറം നീറുന്ന എൻ്റെ മനസ്സും അറിയുന്നവളാണ് നാണി. ആ പുകയുടെ നെഞ്ചകം എനിക്കറിയാം. അത് പുറത്തു കാണിക്കാതിരിക്കാൻ അവൾ പാടുപെടുന്നുണ്ടായിരുന്നു. കുടുംബിനിയായി വന്നു കയറുമ്പോൾ ബാല്യം വിട്ടുമാറാത്ത ഒരു പെൺകുട്ടിയായിരുന്നു നാണി. വെളുത്തു മെലിഞ്ഞ ശരീരവും ഒരു സൗമ്യഭാവവുമായിരുന്നു അവൾക്ക്. അതെനിക്കേറെ ഇഷ്ടമായിരുന്നു. ആദ്യമായി അവളെ പെണ്ണു കാണാൻ ചെന്ന ദിവസം ഓർമ്മയിൽ വന്നു. അന്നെനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. എൻ്റെ കറുത്ത നിറവും കോടിയ മുഖവും ഒരു പെണ്ണിനും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലായിരുന്നു. എന്നാൽ നേരെ മറിച്ചായിരുന്നു സംഭവിച്ചത്. ആദ്യം ആ കണ്ടുമുട്ടലിൽ തന്നെ നാണി എന്നെ ഇഷ്ടപ്പെടുകയായിരുന്നു. കുറ്റിക്കാടുകൾ വളർന്ന് ഇരുട്ടു നിറഞ്ഞ ജീർണിച്ച ദേവീക്ഷേത്രത്തിൽ പെട്ടെന്നാരോ കത്തിച്ചു വെച്ച വിളക്ക് പോലെ അവൾ എന്നിലേക്ക് കടന്നു വരികയായിരുന്നു. എൻ്റെ പരുക്കൻ ഭാവനകൾ മാഞ്ഞു. മാറ്റങ്ങൾ വന്നു തുടങ്ങി. വിവാഹ ദിവസം തന്നെ പണിതീരാത്ത കോരിയിൽ ജീവിതം തുടങ്ങേണ്ടി വന്നപ്പോഴും അവൾ വിഷമിക്കുകയോ കരയുകയോ ചെയ്തില്ല. ഒരർത്ഥത്തിൽ അവൾ ജീവിതത്തിനെ സ്വീകരിക്കുകയായിരുന്നു. ഒറ്റപ്പെട്ട ജീവിതത്തിലെ ഭവിഷ്യത്തുകൾ ഏറെ പരിചയമുള്ള എനിക്ക് എല്ലാത്തിനും ഒരു കൂട്ടിൻ്റെ അനുഭൂതി മനസ്സിലാക്കി തരികയായിരുന്നു. ഒട്ടിയ വയറോടെയാണെങ്കിലും പ്രണയത്തിൻ്റെ മധുരമായ ജീവിതം മുന്നോട്ട് പോയി. പിന്നീട് വയറ്റാടിയുടെ കരങ്ങളിലേക്ക് വർഷാവർഷം പെറ്റിട്ട 3 കുട്ടികൾ. മാതൃത്വത്തിനോടുള്ള അവളുടെ അടങ്ങാത്ത ദാഹമായി മാറുകയായിരുന്നു. നടത്തം മുക്രിയുടെ പിടികിടെ മുന്നിലെത്തിയതും അറിഞ്ഞില്ല. എന്താ കേളാ, ഇന്ന് ചെത്താനൊന്നും പോയില്ലേ? നീയും ആ സഖാക്കളുടെ വാക്കുകളിൽ വീണുപോയല്ലേ പഹയ? അയാൾ തുറന്നു. ഇപ്പോൾ എന്തിനാണ് വന്നത്? ഈ സമരം എത്ര ദിവസം പോകുമെന്നറിയില്ല മുക്രി. കുറച്ച് അരിയും സാധനങ്ങളും കടമായി വാങ്ങണം. ഞാൻ താഴ്മയോടെ ചോദിച്ചു. അല്ല, എൻ്റെ 10 എത്രയുണ്ടെന്ന് എനക്ക് വല്ല വിവരവും ഉണ്ടോ? മുക്രി മുരണ്ടു. എനിക്കറിയാം മുക്രി, സമരം കൂലി കൂട്ടാൻ വേണ്ടിയാണ്. ഒന്നിച്ച് തീർക്കാൻ കഴിയും. ഇല്ല ഹിമാറെ, പണിയെടുക്കാത്തവർക്ക് നമ്മൾ ചില്ലറ സമാനം കടമായി കൊടുക്കൂല. നീ വേറെ വഴി നോക്ക്. ഒരു സമരക്കാരൻ വന്നിരിക്കുന്നു. ഡോ മുക്രി, ഒരലർച്ച. പിറകിൽ നിന്നും ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. സഖാവ് ശങ്കരനായിരുന്നു അത്. അദ്ദേഹം മുക്രിയുടെ പിടിക്കകത്തേക്ക് കയറി. ഡോ മുക്രി, കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഞങ്ങളുടെ ആശയത്തെ തരം താഴ്ത്തി സംസാരിച്ചാൽ ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇന്ന് കാണുന്ന സാമൂഹിക വ്യവസ്ഥയെ ഞങ്ങളൊന്ന് മാറ്റിയെടുക്കും. അധ്വാനിക്കുന്നവർക്കും ജീവിക്കാനുള്ള കൂലി കൊടുക്കണം. അല്ലാതെ സഖാവിൻ്റെ മുഖത്തെ അമർഷം തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഭയപ്പെട്ടു പോകുന്ന തരത്തിലായിരുന്നു സഖാവിൻ്റെ മുഖഭാവം. അതുകൊണ്ടപ്പോൾ ഞാൻ പോലും ഒന്ന് പിറകെട്ട് മാറി നിന്നു. പേടിച്ച് പതുങ്ങിപ്പോയ മുക്രിയെ കണ്ട് സഖാവ് പെട്ടെന്നൊന്ന് നയഞ്ഞു. ഒരു നീണ്ട ശ്വാസം പുറത്തേക്ക് വിട്ട് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. സഖാവ്, കേളാൻ ഇത്തരം പിന്തിരിപ്പന്മാർ പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്. ഇന്ന് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കണം. മറ്റു സഖാക്കളെയും പങ്കെടുപ്പിക്കണം. ഞാൻ തലയാട്ടി നിന്നതല്ലാതെ മറുത്തൊന്നും പറയാൻ നിന്നില്ല. അത് തിരിച്ചറിഞ്ഞിട്ടെണ്ണം അദ്ദേഹം എൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചത്. പിന്നെ മടിക്കത്തിൽ നിന്നെടുത്ത കുറച്ച് ചില്ലറകൾ എനിക്ക് നിലനിർത്തി. ഇതേ എൻ്റെ കയ്യിലുള്ളൂ, എളിമയോടെ അദ്ദേഹം പറഞ്ഞു. മടിച്ചാണെങ്കിലും ഞാനത് വാങ്ങി. നിർവികാരമായ എൻ്റെ മുഖത്തുകൂടി കണ്ണുനീർ ഒലിച്ചുകൊണ്ടിരുന്നു. അത് നോക്കി ഒരിക്കൽ കൂടി അദ്ദേഹം എൻ്റെ തോളിൽ താട്ടിക്കൊണ്ട് പറഞ്ഞു, കമ്മ്യൂണിസം വെറും പാർട്ടിയോ മുദ്രാവാക്യമോ അല്ല. അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പാവപ്പെട്ടവൻ്റെ വഴിയാണ്. അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വാതന്ത്ര്യം മനുഷ്യത്വത്തിൻ്റെ വഴിയാണ്. എല്ലാം ശരിയാകും. അദ്ദേഹം നടന്നു. സഖാവ് തന്ന ചില്ലറ തൊട്ടുകൾ കൊടുത്തു വാങ്ങിയ അരിയുമായി ഞാൻ നടന്നു. വഴിയരികിൽ കാണുന്നവരോട് നടക്കാൻ പോകുന്ന വിപ്ലവത്തെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ച് അറിയാവുന്നതൊക്കെ പറയാൻ തോന്നി. സഖാവ് കവലയിൽ സംസാരിച്ചത് ഒരു പ്രസംഗമായാണ് എനിക്ക് തോന്നിയത്. അത് എനിക്ക് വേണ്ടി മാത്രമാണെന്ന് തോന്നി. ഞാൻ ചുറ്റുമൊന്ന് ശ്രദ്ധിച്ചു. ആളുകൾ എന്നെ ബഹുമാനത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അധ്യായം 2. ആദ്യ ഭാര്യ മരിച്ച് വർഷം 2 മുൻപേ അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. പിന്നീട് കൂർത്ത മുള്ളുകൾ ചവിട്ടി ആരംഭിക്കുന്ന ദൂനങ്ങളായിരുന്നു. വേദന തിന്ന് ജീവിക്കേണ്ടി വന്ന അനുഭവങ്ങളുമാണ് അമ്മയിൽ നിന്നും ഏറെ കേട്ടിരുന്നത്. ഞങ്ങൾ മക്കളുണ്ടായതോടെ പ്രശ്നങ്ങൾ വളർന്നു. മൂത്ത കുടിയിലെ സഹോദരൻ പറമ്പിൻ്റെ ഒരതിരിനോട് ചേർന്ന് കുടിൽ വെച്ച് കെട്ടി ഞങ്ങൾ അതിലേക്ക് മാറ്റി പാർപ്പിച്ചു. അമ്മയുടെ വേവലാതികളും വിഷമങ്ങളും പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയെന്ന് പറഞ്ഞ് മുതിർന്നവർ ശകാരിച്ചു. എന്നും അമ്മ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ ഞെരുങ്ങി ഞങ്ങൾ വളരാൻ തുടങ്ങി. ഓരോ ദുഃഖവും പുതിയൊരു ദുഃഖം കൊണ്ട് പഴയതിനെ മറക്കാൻ അമ്മ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ആയിടയ്ക്ക് കാലുകൾ രണ്ടും തളർന്ന് അച്ഛൻ കിടപ്പിലായി. പിച്ചും പേയും പുലമ്പുന്ന അട്ടഹാസങ്ങളുമായി അച്ഛൻ ഒരു മരണത്തിനായി കൊതിച്ചു നിന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ
അമ്മയുടെ യാതനയുടെ കഥകൾക്ക് തുടക്കമായി. എല്ലാം സഹിക്കാൻ അമ്മ ഒരുക്കമായിരുന്നു. എന്നാൽ പ്രായവും അമ്മയുടെ സൗന്ദര്യവും ബലമില്ലാത്ത ചെറ്റവാതിലുമായപ്പോൾ അമ്മയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളായി. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾക്കിടയിലൂടെ പുറത്തു കണ്ടിരുന്ന അവയവങ്ങൾ കാണിച്ച് സാമൂഹിക വിരുദ്ധർ നാണം കെടുത്തലിൻ്റെ കഥകൾ രചിച്ചു. ഒടുവിൽ മക്കളെ മാറോടണച്ച് കരഞ്ഞ നിമിഷങ്ങളിലെടുത്ത തീരുമാനമായിരുന്നു അമ്മയുടെ മരണം. ചലനമറ്റ അമ്മയുടെ ശരീരം കെട്ടിപ്പൊതിഞ്ഞ പായയോടെ ഉന്തുവണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ കരയാൻ മാത്രമായി ഞങ്ങൾ മക്കൾ. അമ്മയെ ചിതയ്ക്ക് നൽകി ആളുകൾ നടക്കുമ്പോൾ ഇനിയെന്ത് എന്ന ചോദ്യം ബാക്കിയായിരുന്നു. ഒരു മറുപടിക്കുള്ള നോട്ടം പോലും മാറിൽ നിന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ നഷ്ടങ്ങളും വേദനകളും ഞങ്ങൾക്ക് മാത്രമായി അവർ നടന്നു. പക്വത പോലുമില്ലാത്ത എനിക്ക് മൂത്ത കുടിയിലെ ജ്യേഷ്ഠന്മാർ 2 തെങ്ങിയെത്താൻ അനുവദിച്ചു തന്നു. അമ്മയുടെ കുഴിക്കരിയിൽ നിന്നും കരയുന്ന കൂടപ്പുറപ്പുകളെയും താങ്ങി മാടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും മുമ്പ് അമ്മയുടെ സഹോദരങ്ങൾ നടന്നു വന്നു. വിശന്നു കരയുന്ന അനിയന്മാരെ ആശ്വസിപ്പിക്കാൻ ഞാൻ പാടുപെട്ടു. കൈനീട്ടിയവരെയൊക്കെ നിവൃത്തിയില്ലെന്ന മട്ടിൽ തരഞ്ഞു. വിശപ്പിന്റെ വിളി പിടിച്ചു കുലയ്ക്കിയ നിമിഷങ്ങളായിരുന്നു എപ്പോഴെല്ലാം എന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു. ചോറ്റുകത്തിയും മാഠവും എടുത്ത് തെങ്ങിൽ കയറി കൊലയെ തല്ലി പഠിക്കുമ്പോൾ പാടിത്തളർന്ന അച്ഛൻ്റെ കുടിലിനു മുന്നിൽ കിടത്തി മൂത്ത കുടിയിലെ ജ്യേഷ്ഠന്മാർ നടന്നകലുന്നതും നോക്കിയിരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അച്ഛനെ കൂടി താങ്ങിപ്പിടിച്ച് കൂരക്കുള്ളിൽ കിടത്തുമ്പോൾ ആ വെല്ലുവിളിയുടെയും വാശിയുടെയും കാണാൻ ശ്രമിക്കുകയായിരുന്നു. ഞങ്ങൾക്കു കൂടി അവകാശപ്പെട്ട പുരയിടത്തിൽ ഒരു വാടകക്കാരെ പോലെ കഴിച്ചുകൂടേണ്ടി വന്നു. വർഷം വരും മുമ്പ് പുരകെട്ടൻ മുത്തൂടിയിലെ വല്യേട്ടൻ മുന്നിൽ യാചിച്ചു നിൽക്കുമ്പോൾ അതിന് നിശ്ചയിച്ചിരുന്ന വില വീട്ടിൽ തീർക്കാൻ മറ്റൊരു വർഷമെടുക്കുമായിരുന്നു. കല്ലിറക്കി തുടങ്ങിയതോടെ ദാരിദ്ര്യം ഒരുവിധം പടിയിറങ്ങി തുടങ്ങി. വീട്ടുജോലിക്കും ചെത്തിനുമപ്പുറം അച്ഛനുള്ള മരുന്നും പരിചരണങ്ങളുമായി മുഖ്യമായി കാണേണ്ടി വന്നിരുന്നത്. അപ്പോഴല്ലേ അച്ഛൻ്റെ കണ്ണുകളിൽ നിന്നും അടർന്നു വീണിരുന്ന കണ്ണുനീര് അമ്മയോട് തോന്നിയ സഹതാപമായി എനിക്ക് തോന്നി. ഇടയ്ക്ക് കാര്യങ്ങൾ വന്നന്വേഷിക്കുന്ന ഇളയച്ചൻ ഏക സമാധാനവും ആശ്രയമായിരുന്നു. അച്ഛൻ എന്തെങ്കിലും സംഭവിക്കും മുൻപ് പറമ്പിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഞങ്ങളുടെ പേരിലാക്കാൻ മൂത്തകുടിയിലെ ഏട്ടന്മാരുമായി അദ്ദേഹം നിരന്തരം തർക്കിച്ചുകൊണ്ടേയിരുന്നു. തളർന്നിടത്ത് അല്പം കരുത്ത് അവശേഷിച്ചിരുന്നെങ്കിൽ അച്ഛൻ അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിടുമായിരുന്നു. നീണ്ട വർഷങ്ങൾ സഹോദരങ്ങൾ ഒത്ത പുരുഷന്മാരായി. അച്ഛൻ ആ കിടപ്പ് തുറന്നു. വല്യേട്ടൻ പാമ്പുകടിയേറ്റ് മരിച്ചു. മൂത്തകുടിയിലെ മക്കൾ തമ്മിൽ വസ്തുതർക്കം മൂത്ത് കയ്യാങ്കളിയിൽ വരെ എത്തി. സമാധാന ദൂതന്മാരെ പോലെ പലവട്ടം ഇളയച്ചനും മൂത്തകുടിയിലെ അമ്മാവന്മാരും എത്തിയിരുന്നു. തർക്കങ്ങൾക്ക് ശേഷം ഒടുവിൽ തീരുമാനമുണ്ടായി. 2 ഭാര്യയ്ക്കും മക്കൾക്കും അവർ കുടിയിരിക്കുന്ന 5 സെന്റ് സ്ഥലവും കോഴിലോട് ചേർന്ന് കിടക്കുന്ന 6 സെന്റ് സ്ഥലവും തൈവെപ്പും. സ്വന്തമായി കുറച്ച് ഭൂമിയുണ്ടെന്നറിഞ്ഞപ്പോൾ ഒരു ആശ്വാസം, ആത്മവിശ്വാസവും ഉടലെടുത്തു. ചെത്ത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ കുടിയിരിപ്പിക്കലും തൈവെപ്പിനും ഓരോന്ന് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. നാട്ടുകാരുടെ സഹതാപം വാക്കുകളിൽ മാത്രമല്ല അവരുടെ പെരുമാറ്റങ്ങളിലും അനുഭവപ്പെട്ടു. ആ ഇടയ്ക്കാണ് തൈവെപ്പിനോട് ചേർന്ന് താമസിക്കുന്ന ദിവാകരനെ പരിചയപ്പെട്ടത്. കോളന്റെ മധ്യഭാഗത്ത് അവർക്ക് 4 പറയ്ക്ക് നിലമുണ്ടായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായാണ് ദിവാകരൻ സൗഹൃദം വെച്ച് നീട്ടിയത്. കുറ്റിക്കാട് പിടിച്ചു കടന്ന തൈപ്പാവെപ്പ് വെട്ടിത്തെളിച്ച് തെങ്ങും കവുങ്ങും മാവും പ്ലാവും വാഴയും വെച്ച് പിടിപ്പിക്കാൻ ഞാൻ എത്തുമായിരുന്നു. കോളിലെ പണി കഴിഞ്ഞാൽ ദിവാകരനും കൂട്ടാനുണ്ടാവും കൂട്ടിന്. ഞങ്ങളുടെ ഒന്നിച്ചുള്ള പ്രയത്നം കൊണ്ട് വൃക്ഷങ്ങളൊക്കെ തലയെടുപ്പ് കാട്ടി ആകാശത്തേക്ക് ഉയർന്നു. എരിപൊരി കൊണ്ടു നിൽക്കുന്ന ജീവിതത്തെ ഞാൻ മറന്നു തുടങ്ങി. അനിയന്മാർ വലുതായെങ്കിലും അവർ പ്രത്യേകിച്ച് തൊഴിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവരുടേതായ ചിലവുകൾക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താൻ അവർ നോക്കിയിരുന്നു. ആയിടയ്ക്ക് കോൺവെന്റിൽ പഠിക്കുന്ന മണിക്കാശ്ശേരിയിലെ വിജയൻ ചേട്ടന്റെ മകളുമായി 2ാമത്തെ അനിയൻ ഗോവിന്ദൻ അടുപ്പം തുടങ്ങി. വൈകാതെ അത് വിവാഹത്തിൽ കൊണ്ടെത്തിച്ചു. ഇളയവൻ ബാലൻ എല്ലാത്തിനും കൂട്ടുനിന്നു. വീട്ടിൽ പെണ്ണൊരുത്തി വന്നു കയറിയതോടെ എൻ്റെയും ബാലൻ്റെയും കിടപ്പ് മുറ്റത്തേക്കായി. വീട്ടിൽ വന്നു കയറിയ മരുമകളിൽ അച്ഛന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അധികം വൈകാതെ തങ്കമ്മുവിൻ്റെ തനിനിറം പുറത്തു വന്നു. പറയാൻ കൊള്ളാത്ത പലതും തങ്കമ്മു പുലമ്പിക്കൊണ്ടിരുന്നു. മാത്രമല്ല ഒരണയ്ക്ക് വരുമാനമില്ലാത്ത ഭർത്താവിനെ കുറേശ്ശെയായി ശകാരിക്കാനും തുടങ്ങി. പ്രണയിനിയുടെ തനിനിറം പുറത്തിരിച്ചറിയാൻ ഗോവിന്ദന് വിവാഹം വരെ കാത്തിരിക്കേണ്ടി വന്നു. പ്രായത്തിൽ മൂത്തതെന്ന ചിന്തയായിരിക്കും ഒരിക്കൽ തങ്കമ്മുവിനെ ഉപദേശിക്കാൻ എനിക്ക് തോന്നി. അതോടെ തങ്കമ്മു എൻ്റെ മുന്നിലും മുഖം തിരിക്കാൻ തുടങ്ങി. അനിയൻ ബാലൻ നെട്ടാന്തരം ജയിച്ച് പഠിപ്പ് നിർത്തി ഒരു ഉദ്യോഗത്തിനായി പല ദിക്കിലും അലഞ്ഞു നടന്നു. നഗരത്തിലെ ഒരു ചായപ്പീടികയിൽ
ബാലൻ ജോലി ശരിയാക്കി. ഇളയച്ചൻ തൻ്റെ ചേട്ടനോടും മകളോടുമുള്ള ഉത്തരവാദിത്തം ഒരിക്കൽ കൂടി തെളിയിച്ചു. ഗോവിന്ദൻ ഭാര്യയുമായുള്ള വഴക്ക് കൈപ്രയോഗത്തിൽ വരെ കൊണ്ടെത്തിച്ചു. അതോടെ ഭാര്യയെ ഉപദ്രവിക്കുന്നവൻ എന്ന പേര് കൂടി ഗോവിന്ദന് നാട്ടുകാർ കനിഞ്ഞു നൽകി. തങ്കമ്മു പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയി. അതോടെ അച്ഛനെ ശുശ്രൂഷിക്കലും അടുക്കള ജോലിയും എൻ്റേതായി. ആ ഇടയ്ക്ക് ദിവാകരൻ അച്ഛൻ ഇളയച്ചനോട് പറഞ്ഞു, കേളൻ ഒരു പെണ്ണ് കെട്ടിയാൽ എല്ലാം ശരിയാകും. അന്നു മുതൽ എൻ്റെ മനസ്സിലും ഭാര്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ തളിർക്കാൻ തുടങ്ങി. വെട്ടേഴിയിലും മറ്റും നിത്യവും കാണുന്ന പെൺകുട്ടികളിൽ ഞാൻ അവളെ തിരഞ്ഞു തുടങ്ങി. ഒരു ദിവസം ദിവാകരൻ അച്ഛൻ്റെ ആലോചനയുമായി എത്തി. നഗരത്തിലുള്ള അവരുടെ ബന്ധുവിൻ്റെ അയൽവാസി, പാചകക്കാരൻ കുമാരൻ്റെ മകൾ നാണിയായിരുന്നു പെണ്ണ്. ദിവാകരൻ്റെ അച്ഛൻ്റെ നിരന്തരമുള്ള സമ്പർക്കം മൂലം വിവാഹം ഏകദേശം ഉറച്ച പോലെയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യാം. അപ്പം വീണ്ടും പുതിയൊരു ഭാഗമായിട്ട് നാളെ കാണാം.